പരിപ്പും മുരിങ്ങയിലയും കുത്തിക്കച്ചു. മഞ്ഞനൊക്കെ ഞാൻ കളയുണ്ട്. ചില മഞ്ഞങ്ങൾ വരുന്നതല്ലേ. മുരിങ്ങയില ഇടുന്നു, തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും തിളക്കണം. ഇതുവരെ രുചിച്ചറിയാത്ത ഒരു സ്പെഷ്യൽ രുചിയാണ് നമ്മൾ ചെയ്യാൻ പോണതിട്ടാ. തൈരും കുടത്തേക്ക് നായ് തലയിട്ടിട്ട് നായ്ക്ക് തല കിട്ടാണ്ടായി. 5 സ്റ്റാർ ഹോട്ടലിലെ 7 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോലും കിട്ടാത്ത ഒരു ചമ്മന്തിയാണിട്ടത്. അപ്പോൾ നമ്മുടെ കൃഷിക്കാരുടെ പരിപ്പ് മുരിങ്ങയില ഇട്ടാ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ അമേരിക്കയിൽ $10 ഇത് 2 പിടി മുരിങ്ങയില കിട്ടുമെന്ന് പറഞ്ഞു. $10 കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് മുരിങ്ങയില കിട്ടില്ലെന്ന് പറഞ്ഞു. ആവും. ആരാ പറഞ്ഞ? പുഷ്കലാൻറ്റിയല്ലേ പറഞ്ഞു. ആ പുഷ്കലാൻറ്റിക്കാണ് മുരിങ്ങയില കാണുമ്പോൾ കൊതിയാവും. നമ്മളവിടെ ഇഷ്ടംപോലെ മുരിങ്ങയിലുണ്ട്. ഈ മുരിങ്ങയില ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുകൊണ്ടുള്ള പാചകങ്ങൾ ഞങ്ങൾ വളരെ കുറവ് വയ്ക്കണല്ലോ അല്ലേ. ചേട്ടൻ കാലത്ത് വാട്ടി കഴിക്കും, ചിലപ്പോ ഞങ്ങൾക്കും തരും വാട്ടുമ്പോ. ഇവരെ വായിൽ കുത്തി കയറ്റി കൊടുക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ എടുത്ത് കഴിക്കും. നമ്മുടെ സുജിത് ചന്ദ്രനൊക്കെ മുരിങ്ങയില കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാടി വീഴുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് മുരിങ്ങയിലയൊക്കെ. മുരിങ്ങയില ഭ്രാന്തന്മാർ കുറേ പേരുണ്ട് കേട്ടാ. നമുക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് ആർക്കും വേണ്ട. അപ്പോൾ നമ്മുടെ അവിടുത്തെ മുരിങ്ങയുണ്ട്, അത് ഭയങ്കര ഹൈറ്റാണ്. അപ്പം പിന്നെ അതിൻ്റെ ഇല ടേസ്റ്റ് ഇല്ല. ഇത് ഇല നല്ലതാ. അല്ല, ഇത്രയ്ക്കല്ല മതിയല്ലേ? മതി. ഉപ്പേരി വയ്ക്കാനല്ല, പരിപ്പിട്ടിട്ട് വയ്ക്കാൻ. മുരിങ്ങയിലും തൃശ്ശൂർക്കാരുടെ ഇഷ്ടപ്പെട്ടൊരു സാധനമായ മുരിങ്ങയിലും പരിപ്പാണ് വയ്ക്കാൻ പോണത്. കുടിലേക്കാണ് പോണത് കേട്ടാ. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് തൃശ്ശൂർക്കാർക്ക്. പക്ഷെ അധികം പേര് തൃശ്ശൂർ വെക്കില്ല. വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കണ കൂട്ടാനത് പണ്ട് പരിപ്പും മുരിങ്ങയിലയും. അല്ല, പറമ്പിലൊരു മുരിങ്ങ ഉണ്ടെങ്കിൽ ആഴ്ചയിലൊരു 1-2 ദിവസം കൂട്ടാൻ അങ്ങനെ പോയില്ലോ. പരിപ്പിൽ മുരിങ്ങയിലിട്ട് നാളികേര അരച്ച് കടുക് പൊട്ടിക്കും. ഇത് കണ്ട, ഇത് നമ്മുടെ അകത്തിച്ചീരയാണ്. ഈ അകത്തിച്ചീരയുടെ മുകളിലേക്ക് കാണുമെന്ന് അറിയില്ല. മുകളില് നിറയെ പൂവുണ്ടായി. അല്ല, ഈ പൂവ് എങ്ങനെ പൊട്ടിക്കാനാ ചേട്ടൻ പ്ലാൻ ഇട്ടേക്കണേ? തെങ്ങുമ്പ് കയറിട്ടാ പൂവ് നോക്കിയേ. ഇന്നലെ മിനിഞ്ഞാന്ന് പൂവുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് പൊട്ടിച്ച് നമുക്ക് തോരൻ വയ്ക്കാന്ന് കേട്ടാ. ഒക്കെ നിലത്തി വീണു. അപ്പടി നിലത്തി വീണു. ഒരു 5-6 പൂവുള്ള നീ. ഇത് ബെസ്റ്റ് സാധനടി. അത് ആയിക്കോട്ടെ. എങ്ങനെ ചേട്ടൻ പൊട്ടിക്കാൻ പോണേന്ന്? തോട്ടിയുണ്ട്. അല്ലാണ്ട് എനിക്ക് അതിന് മോടി കയറാൻ പറ്റില്ല കേട്ടാ. തോട്ടിയുണ്ട് കേട്ടാ. ഈ പൂവ് വേണ്ട. ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനം കളയും. പ്ലാസ്റ്റിക് പോലത്തെ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, അതന്നെ ഇപ്പൊ ചേട്ടൻ വലിച്ചെടുത്തില്ലേ? അത് നടക്കും. ഈ വാഴപ്പൂവിന്റെ ഉള്ളിലുണ്ടാവില്ലേ, അതുപോലത്തെ സാധനം ഉണ്ടാവും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിന് ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് കേട്ടാ. പഞ്ചകത്തിന്റെ ഇല കൊണ്ടുള്ള ചമ്മന്തി. തക്കാളി പൊടിയില്ല സരിത? തക്കാളി ഇതിലേക്ക് ആവശ്യമില്ല. തക്കാളി പഴുത്ത് കുറേ ഉണ്ട്. ഒരു 5 എണ്ണം ഉണ്ട്. കണ്ടല്ലേ? എനിക്ക് ആവശ്യമില്ല. ശരി, നാളെ പൊട്ടിക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയില കൊണ്ട് നമ്മൾ പരിപ്പും മുരിങ്ങയിലയും കുത്തിക്കച്ചു. ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് കുത്തി കാച്ചണ കൂട്ടാൻ ഞാൻ കണ്ടത്. അപ്പോൾ പരിപ്പ് മുരിങ്ങയുടെ ഇലയും നാളികേര അരച്ച് കടുക് വറുത്തിട്ടുള്ള കൂട്ടാനുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അതാണ് എൻ്റെ വീട്ടിൽ വയ്ക്കുക. പരിപ്പും മുരിങ്ങയുടെ ഇലയും ഒരു ദിവസം, പരിപ്പും താളും അതുപോലെ തന്നെ വയ്ക്കും. താളില്ലേ, ചേമ്പും താള്. മൊത്തത്തിൽ നല്ല ആരോഗ്യമാരായിരിക്കും അർത്ഥം. അതൊക്കെ ആയിരുന്നു പണ്ടത്തെ സ്ഥിരം കൂട്ടാനുകൾ. ഇവിടെ വന്നപ്പോണ്ട് ഈ കൂട്ടാനുകളൊക്കെ ഇവിടെയും വെക്കും. പക്ഷെ നാളികേര അരക്കില്ല, കുത്തി കാച്ച ചെയ്യുക. അപ്പോൾ അതാ ടേസ്റ്റ്. എനിക്കതാ ടേസ്റ്റ് തോന്നണം. അതിന്റെ ടേസ്റ്റ്. അതിന്റെ ഒപ്പം ഉണക്കമീൻ ഉണ്ടാവണം, പപ്പടം ഉണ്ടാവണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. ഡോഗ് ഉണ്ട്, സൂക്ഷിക്കുക. സരിത മുരിങ്ങല തോലി കളയാനേ. മുരിങ്ങ എല്ലാവരും ഇത് ഉതിർത്തിരുന്നിട്ടാ. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പഞ്ചകത്തിൻ്റെ ഇല പൊട്ടിക്കാനായിട്ട്. ഇങ്ങനെയൊന്നും മുരിങ്ങയില ചീലിയ. നമ്മളിതിങ്ങനെ 4 വലിയന്. അപ്പോൾ ഒറ്റയടിക്ക് ഈ തണ്ടും ഇതൊക്കെ പോരുന്ന പോലെ ഇങ്ങോട്ട് ഇതിൻ്റെ ഒപ്പം പോരും കിട്ടാവുന്നൊക്കെ. പിന്നെ ഈ മുരിങ്ങയിലാകുമ്പോൾ അങ്ങനെ പുഴു ഉണ്ടാവില്ലേ സരിത? പുഴൊക്കെ ഉണ്ടാവും, മാറാലി ഉണ്ടാവും. 4 കുടച്ചിൽ കുടഞ്ഞു കഴിഞ്ഞാൽ പോവും. കുടഞ്ഞാലൊന്നും പോവില്ല മാറാല. ഞാൻ ഉരിയുമ്പോൾ ഇങ്ങനെ ഇതടക്കം വരും. അതിനത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ അതുണ്ടായിക്കോട്ടെ. അതൊക്കെ നാരുകളാണ്, ഒക്കെ വയറിന് നല്ലതാണ്. അല്ല, എനിക്ക് ആ കോഴിയുടെ നിലവിളി കേൾക്കുമ്പോ ഇല്ലേ എന്റെ തല തെരിക്കുന്നുണ്ട്. ഒരു കോഴിയുണ്ട്. ആ കോഴി കാലത്തോട്ടിട്ട് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കും. അതാ എല്ലാ ദിവസവും ഞാൻ പറയും ചേട്ടനോട്. ഞാനങ്ങനെ കോഴീനെ കൊല്ലാനും അതൊന്നും പറയാറില്ല. നമ്മൾ വളർത്തണത് തന്നെയാണല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അങ്ങനെ അങ്ങോട്ട് ഭയങ്കര സെൻറ്റിമെൻറ്റ്സും ഇതൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും കോഴീനെ കൊല്ലാന്ന് പറയുമ്പോൾ ഒരു ഇതാ.
പക്ഷെ ഇതിനെ ഞാൻ കൊല്ലാൻ പറഞ്ഞു തുടങ്ങിയിട്ട് നാളെ എത്രയെന്ന് അറിയാം. എനിക്കിതിങ്ങനെ അങ്ങോട്ട് ഇതാക്കണ കേൾക്കുമ്പോളേ അപ്പം ചേട്ടന് ഇഷ്ടമില്ല. ചേട്ടൻ പറയും നാളെ കൊല്ലാം. എന്ന് പറഞ്ഞാലും പറയും ഇന്ന് ഇനി വേണ്ട, നാളെ ആവട്ടെ നാളെ ആവട്ടെ. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഒരു നാളെ എന്ന് പറഞ്ഞു. അന്ന് ആ അമ്മായി മരിച്ച്. ഈ അമ്മായിയുടെ പെല വീടിയിട്ട് വേണമല്ലോ. അപ്പോൾ നാളെ പെല വീടാ. എനിക്ക് ഈ മുരിങ്ങയില പരിപ്പിട്ട് വയ്ക്കുന്നതിനേക്കാളും ഇഷ്ടം ചീരയാണ് കേട്ടോ. ചീര പരിപ്പിട്ട് വയ്ക്കുന്നത് എനിക്കിഷ്ടം. പുളിഭാഗം മുരിങ്ങയിലേക്ക് ഒരു കുത്തുണ്ട്, അത് ചിലർക്ക് പറ്റില്ല. അങ്ങനെ ഓരോന്ന് പിടിപ്പിച്ച് കണ്ട സൈത എല്ലാതും പിടിപ്പിക്കണില്ല, വലിയ വലിയ തണ്ടുകൾ പിടിപ്പിക്കുക. ചേട്ടൻ മഞ്ഞനൊക്കെ ഞാൻ കളയുന്നുണ്ട്. ചില മഞ്ഞകൾ വരുന്നതല്ലേ, അത് കളയണം. ഒരുവിധമൊക്കെ നമ്മൾ നോക്കിയിട്ട് ആക്കും. ഈ മുരിങ്ങക്കായ ഉണ്ടാവാറുണ്ട്. അധികം ഉണ്ടാവാറില്ല, 2-3 മുരിങ്ങക്കായ ഉണ്ടാവും, അല്ലാണ്ട് കൂടുതലൊന്നും ഉണ്ടാവാറില്ല. മഞ്ഞൊന്നും ഇല്ല. കഴിഞ്ഞു. നല്ല പകയായി. നമ്മുടെ അമ്മ പറയേ ഈ മുരിങ്ങേരെല്ലാം പൊട്ടിച്ചിട്ടേ ചേട്ടാ അവിടെ വെറുതെ വെക്കും കുറേ സമയം. അത് കഴിയുമ്പോൾ അത് വാടും, പെട്ടെന്ന് വാടുമല്ലോ. വാടി കഴിയുമ്പോൾ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇളക്കിയ ഇലയൊക്കെ തന്നെ കുറേ സമയം വേണം. അപ്പോൾ നമുക്ക് നന്നാക്കാനിരിക്കേണ്ട ആവശ്യമില്ല, ഈ ഇല തന്നെ ഇട്ട് കിട്ടും. അങ്ങനെ ചെയ്യുന്നു പണ്ട്. ഗുണങ്ങളൊക്കെ പോയിണ്ടാവും. നന്നാക്കാൻ സമയമില്ലെങ്കിലേ അല്ല, ആ പച്ചപ്പിലനെ കിട്ടണം, അവിടെ രസം ഉണ്ടാവുള്ളൂ. മതിയേറി ഇതാക്കിയത് എനിക്കിതിങ്ങനെ ആക്കാൻ നല്ല തലയ്ക്ക് ഭ്രാന്താണത്. അതിന്റെ ഞാരടക്കം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇത് ഗുണം കിട്ടില്ലോ. കണ്ട ആ ഞാരുകൾ നമ്മൾ വയറ്റിൽ കഴിക്കണം. ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളാ, ഈ ഞാരുകളും കൂടി ഇവിടെ വയറ്റിൽ പോണം. അതെടുത്ത് കളയുന്നു. സോറി, എന്നോട് ക്ഷമിക്കൂ ചേട്ടാ. ഇത് ചീഞ്ചട്ടി ചൂടായി, അളപ്പത്ത് വെച്ചിട്ട് ചീഞ്ചട്ടി ചൂടായി. കേട്ടാ, ചീഞ്ചട്ടി ചൂടായി. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ പെയ്യിപ്പോ കുറച്ച് കഴിഞ്ഞാൽ. പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടാ. ഇങ്ങനെ പപ്പടം കാച്ചി വയ്ക്കാൻ പോകുന്നിട്ട് ആ വെളിച്ചെണ്ണയിലേ കൂട്ടാൻ കാച്ചാന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോ മുരിങ്ങയില എത്തിയുള്ള ഒരു പിടി 2 പിടി മതിയില്ലേ. വെളിച്ചെണ്ണ ചൂടായിട്ടാ. ഇത് തന്നെ കൂട്ടാൻ വെക്കുന്നതിന് മുമ്പ് പപ്പടം കാച്ചുന്ന പരിപാടി ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലേ. ഇത് പരിപ്പ് വേവിച്ചോണെന്ന് വെച്ചിട്ടുണ്ടാ, കുക്കറിലിട്ട് വേവിച്ചോണെന്ന് വെച്ചിട്ടുണ്ട് പരിപ്പ്. നമ്മുടെ വീട്ടിലെ അമ്മ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ നല്ല രീതിയിൽ ഇവള് വെക്കുന്ന പോലെ ഒന്നല്ല. നേരെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടാവും അടപ്പത്ത്. മനസ്സിലായ മുരിങ്ങയില അവിടുന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഒറ്റ ആക്കിലാക്കിയിട്ട് ഒന്ന് കഴുകി അരിക്കാണ്ട് ഇടും. ഈ പരിപ്പിലേക്ക് തന്നെ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടാൻ കാച്ചും. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. ഭയങ്കര തീ ഇറക്കി വെച്ച് പപ്പടം കാച്ചുന്നു. തീയില്ലാതെ അടുത്ത് കാച്ചു നോക്കി. എന്നിട്ട് തന്നെ പപ്പടം കളറ് ചുവപ്പ് കളറാവും പപ്പടത്തിൻ്റെ. ഇരുമ്പിൻ്റെ ചെറിയ തീ കുറേ നേരം നിൽക്കും. ചൂട് ചൂട് ചൂട്. ചേട്ടാ ലാഭമാണോ? എന്തിട്ട് തീ കത്തി പോണതാ? അല്ല, തീ അവിടെ കത്തി പോണ കണ്ടില്ലേ? അതേ സിനിമലാ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ ചേട്ടൻ ലാഭമാണോ എന്നുള്ളത്. നാടോടിക്കാരിൽ മോഹൻലാൽ പറഞ്ഞല്ലേ ആണോ? വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ഇട്ടു കേട്ടാ. പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് ഞാൻ അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് വേവിച്ചിട്ടാണ് കൊണ്ടുവന്നത്. കണ്ട പരിപ്പ് കുക്കറിൽ വേവിച്ചു. പിന്നെ നമ്മുടെ മുരിങ്ങേരെല്ലാം നന്നാക്കിയത് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇടുന്നു, അതായത് കുത്തിപ്പൊടി മുളക്. ഒടുക്കത്തെ തീയാണ് കേട്ടാ, ഭയങ്കര സ്പീഡിലാണ് ആവണേ. വേപ്പില വെള്ളം ഉണ്ടായിരുന്നു, അതിന് ഞാൻ കഴുകിയിട്ടായിരുന്നേ, അതിന് പൊട്ടി തെറിക്കിട്ട്. ഉള്ളിമുളകൊക്കെ മൂത്തു. അപ്പോൾ മുരിങ്ങയില ഇടുന്നു. ഈ പരിപ്പും മുരിങ്ങയിലയില്ലേ, ഇതിനോടൊരു ഇഷ്ടം തോന്നിയത് സരിത ഇവിടെ വന്നതിന് ശേഷം വേണ്ട.
നീ വന്ന ശേഷം ഇങ്ങനെ വെച്ചത് ബാക്കി ഇട്ട് ആക്കി വന്ന ഞാൻ പറഞ്ഞില്ലേ അമ്മ ചെയ്യണമെന്ന് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പ് വേവിച്ചരിക്ക് മുരിങ്ങയില നേരെ കൊണ്ടിടുന്ന് ചെയ്യുക എന്നിട്ട് വേവിക്കും എന്നിട്ട് ഇതുപോലെ ഉള്ളിയും മറ്റേ ഈ കുത്തിപ്പൊടി മുളകും ഇട്ടിട്ട് കാച്ചും അങ്ങനെയാണ് ചെയ്യുക. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് ഈ മുരിങ്ങയിലേക്ക് വേറെ ഒന്നും സംഭവിക്കില്ല. ആ വെള്ളത്തിൽ കിടന്നിട്ടുള്ള ഒരു വേവ് മാത്രമല്ല, ഇത് നല്ലപോലെ വാട്ടി നല്ല ടേസ്റ്റ് ആക്കിയിട്ടാണ് ഈ സാധനം ചെയ്യുന്നതുകൊണ്ടാണ്. മുരിങ്ങയില തന്നെ വാട്ടി കഴിക്കാന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് തിന്നാം. ഇതിന് അപ്പൊ നല്ല എരിവുണ്ടാവും. നല്ല എരിവുണ്ടാവും. അതെ, ഉപ്പില്ല, പരിപ്പിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടാ. ഉപ്പിടുന്നു കണ്ട, അതിപ്പോ കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നി. ചിലൊരു കഞ്ഞിയില് മുരിങ്ങയില കഴിക്കണം എന്നുള്ള ഒരു കഞ്ഞി, ചൂടുള്ള കഞ്ഞിരിക്ക് മുരിങ്ങയില ഓരോടനെ എന്നും ചെയ്തോളൂ പണ്ട്. അതെ, മുരിങ്ങയില കഴിക്കാൻ വേണ്ടിട്ട് കിണ്ണത്തിലായതിനെ ഒരു മുരിങ്ങേര തണ്ട് ഓരോരുത്തരുടെ കിണ്ണത്തിലും ഓരോ തണ്ട് വീതം ഉരിഞ്ഞിങ്ങിടും. അതിലേക്ക് അടുപ്പത്തുനിന്ന് നേരെ കഞ്ഞി കോരി ഒഴിക്കും. ആ ഇതിൽ തന്നെ വേവും. അങ്ങനെ കഴിക്കാം, നല്ലതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു. മതിയിട്ടത് വാടി ഇതിലേക്ക് നമ്മൾ പരിപ്പ് വേവിച്ചത് ഒഴിക്കാൻ പോവാ. ഈ വെള്ളടക്കം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിപൊളി കൂട്ടാൻ ചീഞ്ചട്ടിന്ന് ഇത് പകർത്തണം മാത്രം വേഗം, അല്ലെങ്കിൽ അതിലിരുന്ന് കറക്കും. ഇരുമ്പിന്റെ ചീഞ്ചട്ടി ആയി കാരണം സ്വല്പം ഉപ്പും കൂടി ഇടണട്ടാ. നമ്മുടെ കൂട്ടാൻ ഇറക്കാൻ പോകണം കേട്ടാ. തിളച്ചിട്ടില്ല, സരിത പറഞ്ഞത് തിളച്ച് കഴിഞ്ഞതിന്റെ തള വന്നു തുടങ്ങി. മതി, അത്ര മതി. ടേസ്റ്റിൽ വ്യത്യാസം വരും. അതിന് മുകളിൽ കയറ്റിയിരിക്കും. കൂട്ടാൻ ഈ പാത്രത്തിൽ നിന്നാണ്ട് മാറ്റി. ഇതാണ് തൃശ്ശൂർക്കാരുടെ പരിപ്പും മുരിങ്ങയിലയും കുത്തിക്കാച്ചിയത്. ഇനി ഇതുവരെ മലയാളികൾ നമ്മൾ ഇതുവരെ രുചിച്ചറിയാത്ത ഒരു സ്പെഷ്യൽ രുചിയാണ് നമ്മൾ ചെയ്യാൻ പോണതിട്ടാ. ചെന്നൈയിലുള്ള ജയന്തി ചേച്ചി, ജയന്തി എന്ന് പറയണ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. ആ ചേച്ചി അയച്ചു തന്ന റെസിപ്പിയാണ് കേട്ടാ. അപ്പോൾ പഞ്ചകത്തിന്റെ ഇലാന്ന് കുറെ പേര് പലതരത്തിലുള്ള ഇല പറയും. നമ്മുടെ ഈ മേച്ചേരിയുടെ പറമ്പന്റെ ഈ അതിർത്തിയിൽ ഈ സാധനം ഉണ്ട്. കടക്കോ ചേട്ടൻ? കേറണം എനിക്ക്. കടക്കാണ് ആദ്യം വല്ല വടിയോട് തട്ടിട്ട് അവിടെ മൂർക്കം പാമ്പുണ്ട്. അവിടെ ഒരു വടി ഉണ്ട് അടുത്ത. ഈ പഞ്ചകത്തിന്റെ അല്ലേ ഭംഗിയുള്ള സ്ഥലത്തൊന്നും ഉണ്ടാവില്ല, ഈ കാട് പിടിച്ച സ്ഥലത്ത് തന്നെ ഉണ്ടാവുള്ളൂ ഒക്കെ. അപ്പൊ ഇതിങ്ങനെ നട്ട് വളർത്തുന്ന സാധനമല്ലല്ലോ, തന്നെത്താണ്ടാവണതാണല്ലോ. ഇതാണ് നമ്മുടെ ഇല കണ്ടാ. അപ്പൊ ഞാൻ ഇവിടെ പണ്ട് ചേട്ടൻ ഉപ്പും കൂട്ടി തിന്നോടുന്ന സാധനം അതന്നെ. വല്ല പാമ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇല കാണിച്ചു തരാട്ടെ. അതെ, ഇതാണ് ഇല. ഒരു മുള്ളുള്ള ഇലയാണ് കണ്ട, നക്ഷത്രം പോലെ. ഈ ഒരു സൈഡ് നക്ഷത്രം പോലെയുള്ള ഇതാണ് പഞ്ചകത്തിൻ്റെ ഇല. പക്ഷെ ചില ഇലകൾ അങ്ങനെയില്ല കണ്ട. എല്ലാ ഇലയും ഒരേപോലത്തെ ഇല്ല സരിത. അതുമ്പോ വേറെ വള്ളിയും കയറി പോയിട്ടുണ്ട്. അതിന്റെ ഇലയാണോ പൊട്ടിക്കണേ? ഒരു കാര്യം ഇത് അതിൽ നിന്ന് അടിച്ച് എടുത്താലോ. ആ സാധനം എടുത്ത സ്റ്റീലിൻ്റെ ഇത് എടുത്തേ, തന്നെടുക്ക്. അടിച്ചിട്ട് അല്ല അതെടുക്കറി, നീ കാണിച്ചു തരാന്ന്. അത് പിടിച്ച 3 ഇല. എന്തോരം ഇല വേണം ചമ്മന്തി അരയ്ക്കാൻ നേട്ടാ നമ്മൾ പോണത്? 500 ഗ്രാം. 500 ഗ്രാമാ? തലയ്ക്ക് വില പട്ടുണ്ടാ? 500 ഗ്രാമിൻ്റെ അല്ല 500 ഗ്രാമിൻ്റെ ചമ്മന്തി അരച്ചിട്ട് ഒരുപാടാ. അപ്പുറത്തേക്ക് ഒഴിഞ്ഞു പോയി. അയ്യോ ഇതൊടിഞ്ഞു. അതൊടിഞ്ഞു കണ്ട, അതൊടിഞ്ഞു. ഇതൊടിച്ചേ ഇല പൊട്ടിക്കാൻ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഒരുപാടാ. ചേട്ടാ അടിയിൽ കുറെ ഇല ഉണ്ടാവും, പൊട്ടിച്ചാ മതി ചേട്ടാ. അല്ലടി അടിയിൽ ഇത്ര ഇല നിൽക്കുമ്പോ നോക്കിയ മോളിന്ന് തല്ലി കുഴിക്കാൻ നിക്ക. മതിലും വല്ല ചില്ലുണ്ടോ നോട്ടെ. ചില്ല? കുപ്പി ചില്ല് എവിടേക്ക് കേറി പോണേ? ഇനി എനിക്ക് ശരിക്കും സുഖമായിട്ട് പൊട്ടിക്കാൻ പറ്റും. കണ്ട 500 ഗ്രാമൊന്നും വേണ്ട, തലയ്ക്ക് വില പറ്റുണ്ടോ 500 ഗ്രാം? ഇത് അടിപൊളിയല്ല. അതിന്ന് ഉള്ളിരിക്കാട്ടാ. ദേ വരണേട്ടാ. ടടേ, ഇതും ഒരു കായ് ഉണ്ടാവല്ലോ. ഓ കായ ഉണ്ടാവും. ആ കായ തിന്നോ? കായ തന്നെ ഇല്ല, ഒരു പൂ. ഇതിങ്ങനെ ഒരു കൂട പോലത്തെ. പണ്ട് ഇവിടെ കാട് പിടിച്ച പോലെ ഉണ്ടായിരുന്ന ഈ സാധനം. ഇപ്പോഴും കാട് പിടിച്ചിട്ട് തന്നെ കിടക്കണേ. അയ്യോ, ഇത് പടർന്ന് കയറി പോണ സാധനമാണല്ലേ? അത് പടർന്ന് കയറിപ്പോവും. ഇത് ഈ പറഞ്ഞ പോലെ പണ്ട് നീര് വീഴ്ചയും തലവേദനയ്ക്ക് ഉണ്ടാകുമ്പോഴേ അമ്മ ഇവിടേക്ക്, അയ്യോ അപ്പുറത്തേക്ക് പോയി, അമ്മ ഇവിടേക്ക് പറഞ്ഞയക്കും. ഈ പറമ്പൊക്കെ വിറ്റ് പോയിട്ട് ഇവിടെ വല്ല ഫ്ലാറ്റാ അങ്ങനത്തെ ഒക്കെ വന്നാ കഴിഞ്ഞു അല്ലേ? പിന്നെ പഞ്ചായത്തിന്റെ അല്ല ഇത് ഇതിന്റെ പൂവ് ചെറുതായിട്ട് കാണിച്ചു തരാട്ടാ. ആവണല്ലോ. ഇത് പൊട്ടിച്ചു കൊണ്ടുവരാൻ പറയും. എന്നിട്ട് അത് വലിയ ചെമ്പലുണ്ട്, അതിൽ വെള്ളം തിളപ്പിച്ചിട്ട് അരിക്കാണ്ട് ഇടും. എന്നിട്ട് മോന്തയുടെ അരിക്കാണ്ട് താത്തി പിടിപ്പിക്കും. അതോടുകൂടി നമ്മുടെ തലവേനയും കിലവേനയൊക്കെ പമ്പ കിടക്കും. ഇത്രയെല്ലാം മതിയില്ലേ നമുക്ക്? ഒരു ചമ്മന്തി നമുക്ക് 3 പേർക്ക് കഴിക്കാനല്ലേ?
ഞാൻ ഇറങ്ങട്ടെ. ദൈവമേ, ഇറങ്ങാനാ പേടി. നമ്മുടെ ഒരു വടിയാണ് കേട്ടാ. പാമ്പുകളാ വല്ലതും പറയുകയാണെങ്കിലേ വെറുതെ ഒരു ഇപ്പൊ പാമ്പുകൾ കാണാറില്ല. നമ്മുടെ ചാർലിയും മുള്ളാണല്ലോ അല്ലേ? ചാർലി അംബ്രോസേ അല്ല, അംബ്രോസ് എന്നാ പറയുന്നത്. താങ്ങി ഇമ്രാനും ഉള്ള കാരണം ഇപ്പൊ പാമ്പുകളൊന്നും കാണാറില്ല. അതെല്ലാം പട്ടികളുള്ളടത്ത് പാമ്പുണ്ടാവോ? കുട്ടികളെ എപ്പോഴും ഇങ്ങനെ ഓടി നടക്കില്ലേ? കിട്ടിയില്ലേ കുറച്ച്? ഇത് മതി, നമുക്ക് കണ്ടു പോ. അപ്പോൾ അതായത് നമ്മുടെ മുള്ളുള്ള ഈ ഇല ഇതിന് പല ആകൃതികളാണ് കേട്ടോ. ഇത് ചിലതിൻ്റെ ഇല നോക്കിയാൽ ഇതിങ്ങനെ ഇരിക്കും, ചിലത് ഇത്തിരി കൂടി വീതി കൂടും, ചിലത് നോക്കിയാൽ നല്ല വീതി ആയിരിക്കും കേട്ടോ. അങ്ങനെ പല പല ഷേപ്പിലുള്ള ഇലകളാണ് ഇതിൻ്റെ. ആദ്യം ഇല നുള്ള, പിന്നെ ഇതിൻ്റെ പൂവ് എന്ന് പറഞ്ഞത് പൂവ് എനിക്ക് വരുന്നുള്ള കണ്ട, അതേ കണ്ട, ഇതാണ് പൂവ്. ഇത് വണ്ടനാവും. എന്നിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോലെ അത് മുള്ളുണ്ട്. മുള്ള് ഇപ്പോഴും നമ്മുടെ ശരീരത്തിൽ പിടിക്കാൻ പിടിച്ചോണ്ടിരിക്കും. ഇത് അരക്കിലോ ഇല എടുക്ക. തണ്ട് വേണ്ട. ആ തണ്ട് ഞാൻ അടുത്ത് വെച്ചിട്ടില്ലേ. ഇത് അരക്കിലോ ഇല വേണമെന്ന് പറഞ്ഞേ? അല്ല, ഇതിലുള്ള ഇല മതി. ആ അതാ അധികം ഇലയൊന്നും വേണ്ട. ഇതില് ചമ്മന്തിയിൽ പുളി ചേർക്കണം എന്ന് പറയുന്നുണ്ട്, പക്ഷെ പുളിയുടെ ആവശ്യമില്ല. ഇത് പുളിയുള്ള ടൈപ്പ് നല്ല പുളിയുണ്ട് ഈ ഇല, അത് കാരണം പുളി വേണ്ട. നമുക്ക് ലാസ്റ്റ് പുളി കുറവ് തോന്നുകയാണെങ്കിൽ ഇത്തിരി കോൽപ്പുളി പിഴിഞ്ഞിട്ടേ അത് ചേർക്കാം. ഇതിന്റെ ഗുണങ്ങള് അറിയോ? ഗുണങ്ങള് ഭയങ്കര ബലം കിട്ടുന്ന ശരീരത്തിന് എന്തൊക്കെയോ പറയുന്നു. തമിഴ്നാട്ടുകാരെന്തെല്ലാം സാധനങ്ങളല്ലേ ഇതുപോലെ നമ്മളുടെ കാട്ടിലും വീട്ടിലൊക്കെ നിൽക്കുന്ന സാധനങ്ങളെ നമ്മള് ശ്രദ്ധിക്കാത്ത അതെ തമിഴ്നാട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് നമ്മളെക്കാൾ ആരോഗ്യം കൂടുതൽ. അവർക്ക് ആരോഗ്യം കൂടുതൽ എന്ന് പറയാനൊന്നും പറ്റില്ലേ? മലയാളികളെക്കാളും കൂടുതൽ ആരോഗ്യമില്ല അവർക്ക്. ഇല്ലേ? അവർക്ക് ആരോഗ്യം, അവർക്ക് അതല്ല, അവർക്ക് കഠിനമായ പണികൾ ചെയ്യാൻ, വെയിലത്ത് ഇഷ്ടംപോലെ പണിയെടുക്കാനായിട്ട് അവർക്ക് കഴിവുണ്ട്. അത് അവിടെ വെയിൽ ചൂടും കൂടുതലല്ല, അതില് ഇങ്ങനെ ജനിച്ചത് കൊണ്ടുള്ള ഒരു ഇതായിരിക്കുമല്ലേ, പ്രകൃതിയാലുള്ള സംഭവം. മുള്ളുമൊക്കെ നമ്മുടെ അവിടെ നമ്മളും വെയിലത്ത് ഇഷ്ടംപോലെ പണിയെടുക്കുന്നവരുണ്ട്. നന്നായി പഴുത്തല്ല വേണ്ട ചേട്ടാ, നമ്മളെ തൊട്ട് നമ്മളെ പിടിച്ചു നിൽക്കും. നമ്മുടെ ഡ്രസ്സുമലായാലും നമ്മുടെ മേലായാലും എലേമലും ഒക്കെ ഫുള്ള് മുള്ള. പണ്ടേ നമ്മളെ ഇതാക്കണില്ല ചേട്ടാ, ഉപദ്രവിക്കുന്നില്ലേ? പറഞ്ഞോ ചേട്ടൻ തൊട്ട് പറഞ്ഞ പണ്ട്. അല്ല, ആദ്യം നമ്മുടെ വീട് തറവാട് വീട് മറ്റേ പണിസ്ഥലത്തിൻ്റെ അവിടെയാണ് കേട്ടോ. സജീവിൻ്റെ വീടിൻ്റെ അവിടെയാണ് ഇവിടെ വീടായിരുന്നു, വീട്, പണ്ടത്തെ വീട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെയാണ് ഈ പറമ്പിൻ്റെ അറ്റത്തേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഈ കോളാമ്പി നിൽക്കില്ലേ, ഈ മുരിങ്ങേര നിൽക്കണില്ലേ, അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു കിണറായിരുന്നു, കൊക്കിറിണി കിണർ. അതായത് ഇങ്ങനെ ഇടിഞ്ഞും ഇതൊക്കെ ആയിട്ടുള്ള കൊക്കിറിണി എന്ന് പറയില്ലേ, കുളമല്ല, ആ സാരഥിക്ക് അറിയാം. കുളമല്ല, കിണറല്ലാത്ത ഒരു സാധനം, ആകെ ബങ്കും കരിങ്കല്ലും ഇതൊക്കെ ആയിട്ടുള്ള ഒരു കല്ലൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നുണ്ടാവും. കാട് പിടിച്ച് കിടക്കുമ്പോൾ ഈ വശമൊക്കെ ഇങ്ങനെ വലിയൊരു പൊന്തക്കാട് പോലെയാണ് കാണാം. അപ്പോൾ അതിൽ നായംകുറണം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഈ ഭാഗം മുഴുവൻ അങ്ങനെ കാടായിരുന്നു. ഈ നായംകുറണം എന്ന് പറഞ്ഞ സാധനം. പിന്നെ അമ്മ വെളുത്തത്, മോള് സുന്ദരി, മോളുടെ മോള് അതിസുന്ദരി എന്ന് പറഞ്ഞ ആ ഇതില്ലേ, വെള്ളരിയും താളി, അതല്ലേ പേരൊക്കെ ഞാൻ മറന്നു. പിന്നെ കൊട്ടാൻ താളി. ഇത് ചോറിയും ചരങ്ങൊക്കെ വരുമ്പോഴേ കുട്ടികൾ ഈ നാട്ടിലുള്ള പിള്ളേർക്ക് ചോറിയും ചരങ്ങും വരുമ്പോൾ ഇവിടേക്കാണ് വരാ. എന്നിട്ട് ഈ കൊട്ടാൻ താളി ഇല പൊട്ടിച്ചു കൊണ്ടിട്ട് ഉരച്ചിട്ടിട്ട് ഈ ചൊറിയുമിട്ട് ഉരച്ച് സോപ്പിന് പകരം ഉപയോഗിക്കുന്നത് അതാണ്. അത് നന്നായി ഉരച്ച് ചോറും ചിരങ്ങില്ലേ, ഒക്കെ മണ്ണിൽ കളിയില്ലേ, എല്ലാവർക്കും ചോറും ചിരങ്ങുണ്ടാവും. അപ്പോൾ ഈ മുട്ടുമ്മ കൈൻ്റെ ഇതുമ്മ ഒക്കെ ചൊറി ചിരങ്ങ് വന്നിട്ട് അപ്പോൾ ഇത് ഉരച്ച് കഴുകാനായിട്ട്. അപ്പം ഈ വെള്ളിയിലം താളി, പിന്നെ ഈ കൊട്ടാൻ താളി, നായ്ക്കൊറണം, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. എനിക്ക് ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ചെറുപ്പത്തിൽ കുഞ്ഞിതായിരിക്കുന്ന ടൈമിൽ എനിക്ക് പനി വന്നിട്ട് ഞാൻ ബോധം പോയി. ബോധം പോയി ഉച്ച സമയത്ത് ഞാൻ കിടന്നുറങ്ങുമ്പോ അല്ല ഉറങ്ങാണ്, ഉച്ച സമയത്ത് കിടന്നുറങ്ങാണ്. ആ സമയത്ത് നമ്മുടെ ഈ പാറു എന്ന് പറഞ്ഞ എരുമൂട്ടീനെ ഇവിടെ കെട്ടിയിട്ടുണ്ട്, ഇവിടെ ഈ പറമ്പിൽ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഉറക്കത്തിൽ എണീറ്റിട്ട് ഇങ്ങോട്ടേ ഓടി
ഓടിയിട്ട് ഉറക്കപ്പിച്ചേര്. വീടിന്റെ ഫ്രണ്ടിലേക്ക് പനി ഓടി കൂടിയ ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും, പിച്ചുമ്പയൊക്കെ വീടിന്റെ പറയും. ഫ്രണ്ടിലേക്ക് ഓടി വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ചൂണ്ടി കാണിക്കണേ, ഇത്രയ്ക്ക് ദൂരത്തേക്ക് ചൂണ്ടി കാണിക്കും, ദേ അവൾക്ക് പനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ബോധം പോയിട്ട് പറഞ്ഞ കാര്യമായാലും കഴിഞ്ഞിട്ട് ചേട്ടന് നല്ല ഓർമ്മ. അത് എപ്പോഴാ ഓർമ്മ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ പഠിക്കുന്നത് അപ്പൊ ഈ നമ്മുടെ നാട്ടിലത്തെ ഈ അമ്മമാരൊക്കെ നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടേക്ക്. അപ്പൊ ഈ എന്റെ പ്രായത്തിലുള്ള പെൺപിള്ളേരും ഒക്കെ കൂടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് ഞാൻ ഉറക്കപ്പിച്ചു, ദേ അവൾക്ക് പനിക്കുന്ന അപ്പൊ ഇവരൊക്കെ ചോദിക്കുന്നത് ആർക്ക് പനി. പിന്നെ ബോധം വന്നപ്പോ നമ്മൾ ഈ കല്യാണത്തെ ദിലീപിന്റെ പോലെ മൂത്രമൊഴിക്കാൻ പോയ പോലെ നമ്മൾ നാണക്കേടായി ബോധം വന്നപ്പോ ഇവരൊക്കെ എന്നിട്ട് ചിരിക്കുക. അല്ല ഈ കാട് വശത്തേക്കുള്ള ഓർമ്മയും. പിന്നെ എന്നെ ഒരു വട്ടം 4 5 പഠിക്കുമ്പോഴാണ് കൊണ്ട് പനി കൂടിയിട്ട് ആശുപത്രി അഡ്മിറ്റ് ആയിട്ട് ഇതുപോലെ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി കിടക്കുന്നു, പനി ഛർദിയിട്ട്. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എണീറ്റിട്ട് ഗ്ലൂക്കോസ് ഇതിന്റെ വലിച്ചൂരാൻ നോക്കലും എന്തിട്ടൊക്കെയോ ഞാൻ ഇതുപോലെ പറയുന്നുണ്ട്, പിച്ചുമ്പേയും പറഞ്ഞിട്ട് ഓടി ഹോസ്പിറ്റലിൽ നിന്ന് ഓടി. എന്നിട്ട് സിസ്റ്റർമാരും അമ്മയൊക്കെ കൂടി, അതൊക്കെ ചെറുതായിട്ടൊരു ഓർമ്മയുണ്ട്. നമ്മൾ ഉറക്കപ്പിച്ചാല് നമ്മളെന്തൊക്കെ പറയാന്ന് പനി കൂടുമ്പോ അങ്ങനെ ഉണ്ടാവും, ചിലവർക്ക് ഉണ്ടാവും. പിന്നെ എന്തിട്ടുണ്ടായി, പിന്നെ ഒരു തവണ ഉണ്ടായത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ കൊക്കറിനിന്റെ ഇവിടേക്ക് ഒരു നാടൻ നായ ഓടി വന്നു. നാടൻ നായ ഓടി വന്നപ്പോൾ അതിനെ ഇവിടുന്ന് ഓടിപ്പിച്ച് കളയാനായിട്ട് ഞങ്ങളൊക്കെ ഓടിപ്പിച്ചു. വർഗീസ് ഞങ്ങളൊക്കെ ഓടിപ്പിച്ചപ്പോൾ അത് ഈ കൊക്കറിനി കിണറ്റ് വീണു. അപ്പൊ അത് തന്നെ ഓടിക്കോളില്ലേ, പിന്നെ നിങ്ങൾ ഓടിപ്പിക്കാൻ വന്ന്? അല്ല, അത് അതിൽ കിടന്ന് ചത്തു. അയ്യോ. ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ കിണറിൽ ഈ മറ്റേ ഇതിന്ന് മറ്റേ തേക്കുണ്ട്, മറ്റേ വെള്ളം തേവ വാഴയ്ക്ക് നേന്ത്രവാഴയ്ക്ക് ഇതുണ്ട്. അപ്പൊ ആ ചാച്ചന് ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടമാവല്ലോ. എന്നിട്ട് ഞങ്ങള് 3 പേരും, എത്ര ഞങ്ങൾക്കാണെങ്കിൽ ഒരു 10 വയസ്സ് 9 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഓടിച്ചതിനെ വെള്ളത്തിൽ കൊണ്ടിട്ട് അത് വെള്ളത്തിൽ വീണതല്ല, അത് ഓടിപ്പോ കണ്ണ് കാണാണ്ട് ഓടിയായിരിക്കും വീണത്. അപ്പൊ അവിടുത്തെ നമ്മുടെ ഈ തറവാടിന്റെ അവിടുത്തെ ഒരു വലിയൊരു കൊക്കറിനുണ്ട്, വേറെ കിണറുണ്ട് പണ്ടാൻ. അതിലേക്ക് ഒരു നായ വീണത് എങ്ങനെ ചെയ്യും, ആ ആശിമാരെ അവിടുത്തെ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് തൈരും കൂടെ ഉണ്ടായിരുന്നു. തൈരും കൂടത്തില് നായ തലയിട്ടിട്ട് ആ കാളനിലേക്ക് തൈര് വേണല്ലോ സദ്യക്ക്. വീട്ടിലാണല്ലോ സദ്യ നടക്കുക. അപ്പൊ ആ കാളന്റെ തൈരും കുടത്തേക്ക് നായ തലയിട്ടിട്ട് നായ്ക്ക് തല കിട്ടാണ്ടായി. നായ അത് കൊണ്ടിട്ട് ഓടി നമ്മുടെ ആ കിണറ്റില ചെന്ന് വീണു. മനസ്സിലായ അത് നായ ചത്തുത്. അപ്പൊ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ പല ആളുകളും ഇപ്പൊ നമ്മുടെ ഈ കിണറ്റില് ഒരാള് മരിച്ചു കിടക്കണ്ടായിരുന്നു കുറെ നാള്. എത്ര കൊല്ലായി സാരിത? 2017 ആ. പിന്നെ ഈ പൊട്ടക്കിണറുകളിൽ ഇങ്ങനത്തെ പൊട്ടക്കിണറുകളിൽ വലിയ വലിയ പാമ്പുകളുണ്ടാവും. മറ്റേ ഈ നമ്മൾ പാണലി എന്ന് പറയും, പണ്ട് തേക്കലപ്പുള്ളി, വട്ടക്കൂറ, ചേനത്തണ്ടൊക്കെ പറയും. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും, കെട്ട് പണഞ്ഞ് കിടക്കുന്നുണ്ടാവും, 2-3 ഒക്കെ ആയിട്ട് വലിയ സാധനങ്ങളെ ഭീകരന്മാര്. വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കാറുള്ളതാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായി ഇതെന്ന്. അപ്പൊ നമ്മൾ പാരമ്പര്യക്ക് വരുന്നത് എന്താണ്, ഈ പ്രദേശം മുഴുവൻ കാട് പിടിച്ചത്. അപ്പൊ നായക്കൊറനല്ലേ അങ്ങനെ കാട് പിടിച്ച് കിടന്നോടെ സ്ഥലമാണ് ഇപ്പൊ ഇങ്ങനെ ഭംഗിയാക്കി മാറ്റിയത്. ഇവിടേക്കില്ലേ ഇത് ഇങ്ങനെയൊക്കെല്ലേ, ഇങ്ങനെ പൊന്തക്കാട് പിടിച്ചെടുത്ത്. ഇവിടെയൊക്കെ നായം കുറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൊലകളില്ലേ, എൻ്റെ പാൻറ് ഊരി പോയിട്ട് തന്നെ കെട്ടി ശരിയല്ല. നായം കുറണത്തിൻ്റെ ഇങ്ങനെ കൊലകളില്ലേ, ഇതിങ്ങനെ കൊലയായിട്ടുണ്ട് എടുക്കും. ഈ സാധനം ഉണങ്ങിയിട്ട് ഇങ്ങനെ കാറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഇതിൻ്റെ പൊടി അങ്ങോട്ട് തൂളി കഴിഞ്ഞാൽ പിന്നെ ചൊറിച്ചൽ എന്ന് പറഞ്ഞില്ലേ, ഇത്രയ്ക്കും ഗംഭീരമായി ചൊറിച്ചൽ വേറെ ഒന്നുമില്ല. നമ്മൾ സിനിമയിൽ നായം കുറഞ്ഞ പൊടി എന്ന് പറഞ്ഞിട്ട് ആളുകൾ പൗഡറാണ് പൗഡർ പോലത്തെ അത് കാണില്ല. ആ കാണാൻ പോലും പറ്റില്ല. ഇങ്ങനെ ചെറിയ ഇങ്ങനെ കുഞ്ഞു ഞാര് പോലത്തെ ഇങ്ങനെ സൂചിമന പോലുള്ള കുഞ്ഞു സാധനങ്ങളാ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ആ സ്ഥലത്താണ് ഞങ്ങൾ വീട് പണിത്. ചേട്ടൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങോട്ട് പറമ്പിലേക്ക് കൊണ്ടുവന്നിട്ടേ ഇവിടെയാണ് നമ്മൾ വീട് പണിയാൻ പോണെന്നിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനപ്പൊ ഞെട്ടിപ്പോയി കണ്ടിട്ട്. അന്നൊക്കെ എനിക്ക് എത്രയോ ദൂരേക്ക് വരുന്ന പോലെ തോന്നിയേ. ഉണ്ട്, പക്ഷെ ഇപ്പൊ വന്ന് ഇങ്ങനെ നമുക്ക് അധികം ദൂരം തോന്നണില്ല. പണ്ട് എനിക്ക് ദൂരം 200 മീറ്ററോളം ഉണ്ട് മൊത്തം. അവിടെ നിന്ന് വരാണെങ്കിൽ അവിടുന്ന് എല്ലാവരും കൊറേ പറഞ്ഞു കൂട്ടാ. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയും ഒക്കെ ഇവിടെ പണിയരുത് അവിടെ പണിയാൻ പറട്ടെ. ഇവിടെയാണ് നല്ലത്.
ഇവിടുത്തെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശല്യമില്ല, ഒരു എന്താ പറയുക, ശാന്തമാണ്. അത് നല്ല ശുദ്ധമായി ശ്വസിച്ച് വാഹനങ്ങളുടെ പൊടി മലിനീകരണം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇരിക്കാം. അവിടെ ആകുമ്പോൾ കൂടുതൽ റോഡിനോട് ചേർന്നിട്ടാകുമ്പോൾ തിക്കും തിരക്ക്. അവിടെ എവിടെ തിക്കും തിരക്കൊന്നും പറയാനൊന്നുമില്ല. അല്ല എന്നാലും പൊടിയും പോയൊന്നും അവിടെയും ഇല്ലല്ലോ. നല്ല രണ്ടും ചെറിയ അവരുടെ വീടിന്റെ ഭാഗത്തൊന്നും ഇല്ലല്ലോ. ഇല കഴുകിട്ടാ ഈ സരിതര ചമ്മന്തി അരയ്ക്കാൻ പോലാണ്. പഞ്ചകത്തിന്റെ ചമ്മന്തി അത് നമ്മുടെ തമിഴ്നാട് സ്റ്റൈല് ജയന്തി ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലപ്പരിപ്പ് വേണം 1 സ്പൂൺ, പിന്നെ ഉഴുന്നും പരിപ്പ്, കുറച്ച് ഉലുവ, ഇത്ര സാധനങ്ങൾ ആദ്യം ഒന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണ എണ്ണയൊന്നും ഒഴിക്കാണ്ട് വെറുതെ വറുത്തെടുക്കണം കേട്ടാ. ആയില്ലേ? ആയി. അപ്പൊ ഇനി വറക്കണ്ട, ഇനി വറക്കണം. കരിഞ്ഞ വലതുണ്ടെങ്കിൽ നമുക്ക് പറക്കി കളയാം. ഇനി ഒഴിക്കേണ്ടത് നല്ലെണ്ണയാണ് കേട്ടാ. നല്ലെണ്ണയിലാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചിട്ട് വറ്റൽമുളക് 4 എണ്ണം ഇത് ഇങ്ങനെ മൂപ്പിച്ച് കോരി മാറ്റിക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, 4 ചുവന്നുള്ളി. ഇത് കുറച്ചൊന്ന് വാട്ടിയിട്ട് കോരി മാറ്റാം. ചുമന്നുള്ളി ഇല്ല കേട്ടോ ആ റെസിപ്പിയിൽ, ഞാൻ ഇട്ടതാ ചുമന്നുള്ളി. എന്നിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ ഈ ഇല ഇടാം. അതിലേക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ഇടാം. ഈ ഇരുമ്പിൻ്റെ ഇതിൽ പുളിയുള്ള സാധനം ചെയ്യാൻ പാടില്ലെന്ന് തോന്നുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വാടി കണ്ട കറുപ്പ് കളറായി. അപ്പോൾ ഇതിങ്ങനെ മാറ്റാം. ഇനി ഇത് അരയ്ക്കണം. അമ്മീരയുടെ വെയിലാണല്ലോ, എന്നിട്ട് ചെയ്യാ. മിക്സിയിൽ അരച്ചിട്ട് തരണ. അപ്പൊ ഞാനിത് മിക്സിയിൽ അരച്ചിട്ട് തരാം കേട്ടാ. ഉപ്പും വേണ്ട, ബാക്കി പരിപാടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അരയ്ക്കാം. ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടും. പുളി ഇടുന്നില്ലേ? പുളി അല്ലല്ലോ, നല്ല പുളി പുളി നമുക്ക് നോക്കിട്ട് ലാസ്റ്റ് പുളി ഇത്തിരി പിഴിഞ്ഞാൽ പുളി കൊണ്ടുവന്നിട്ടുണ്ട്. പുളി അതിൽ ചേർക്കുന്നുണ്ട്. അരച്ചിട്ട് കൊണ്ടിട്ടത് അമ്മീമാരൊക്കെ വെയിലാണ് കണ്ട, നല്ല വെയിലാ. അരച്ചു കൊണ്ടുവന്നതാണ് കേട്ടത്. ഇതിൽ പുളി ചേർക്കണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ വെറുതെ തൊട്ടോക്കിട്ട് അടിപൊളി ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ വറ്റൽമുളക് ഇത്തിരി എരിവുള്ളതായി കാരണം 4 മുളക് ഇട്ടപ്പോ നല്ല എരിവായി, നല്ല ചൊടിയാ. അപ്പൊ നിങ്ങളുടെ മുളകിന്റെ എരിവിനനുസരിച്ചിട്ട് ഇടാ. ചിലപ്പോ ചെയ്യാൻ പറ്റില്ലോ, അല്ലാണ്ട് വെറുതെ. അത് ശരിയല്ലേ. വീണ്ടും നല്ലെണ്ണ തിരിയൊഴിക്കാട്ടാ. തിരി വേണ്ടോ? കടുക് നോക്കി. കടുക് പൊട്ടി കഴിയുമ്പോ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ വേപ്പില. അതിന് കുറച്ചും കൂടി എണ്ണ കൂടുതൽ ഒഴിക്കണ്ട കേട്ടാ. അത് തുണ്ടെണ്ണ വെച്ചിട്ടുള്ളൂ. നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല കേട്ടാ. ഇങ്ങനെ ഒന്ന് ആയാ മതി. അപ്പോ ചമ്മന്തിയിലേക്ക് ഇടാം. കടുകിന്റെ പൂലുവിയും പൊട്ടിച്ചൂട്ടാ, ഞാൻ പൊട്ടിക്കാണ്ടാണ്. വേണ്ട. ഇതിങ്ങനെ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്യാ. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ എടുക്കാം. ആ ഇരുമ്പിന്റെ ചട്ടിയിൽ വെക്കണ്ട, പുളിയുള്ള സാധനം ആയതുകൊണ്ട്. 5 സ്റ്റാർ ഹോട്ടലിലെ 7 സ്റ്റാർ ഹോട്ടലൊക്കെ പോലും കിട്ടാത്ത ഒരു ചമ്മന്തിയാണ് കേട്ടത്. ടേസ്റ്റ് ഇപ്പൊ ആൾക്കാർക്ക് അറിയാനായിട്ട് എങ്ങനെയാലേ പറ്റാ, ആർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരുടെ പരിപ്പ് മുരിങ്ങ കേട്ടാ. ഭയങ്കര ഹെൽത്തി ഫുഡാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം അല്ലേ? ചമ്മന്തിട്ടാ. ഈ ചമ്മന്തിയിലത്തെ ഈ ഇലക്ക് ഭയങ്കര ഗുണങ്ങളുണ്ടെന്നാണ് ഇതിൽ പറയണേ. കുറച്ചുകൂടി നല്ല എരിവുണ്ട് ചേട്ടാ. ഇത് എരിവുണ്ട് എനിക്ക് കഴിക്കാൻ തോന്നാം. പിന്നെ പപ്പടം ഹെൽത്തി അല്ല കേട്ടാ. ഫോണിൽ പപ്പടം കുഴപ്പമില്ല, ഫോണിൽ തരും കുഴപ്പമില്ല. മുരിങ്ങയിലയും ആദ്യം മുരിങ്ങയിലയും പപ്പടം കൂടിയിട്ടുണ്ട്. പുളിയുള്ള ഇല വേറെ ഏതാ? കോടപ്പുളിയുടെ ഇല.
മറ്റേ കോൽപ്പുളിയുടെ ഇലയ്ക്ക് അല്ലേ, അതുകൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ തോന്നുന്നത് പോലെ ചമ്മന്തി. പുളിയുടെ ഇല കൊണ്ട് എന്നിട്ടാണ് നമ്മുടെ ജയന്തിച്ചി പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടില്ലേ, കൊഴുവ കൊണ്ട്, കൊഴുവ മീൻ പുളിയുടെ ഇലയും. ഓ ചമ്മന്തി ഒരു വെറൈറ്റി ചമ്മന്തിയാണല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട് ചമ്മന്തി, ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു നമ്മൾ സാധാരണ കഴിക്കണ ഒരു ടേസ്റ്റ് അല്ലല്ലോ, നല്ല രസകരമായ ചമ്മന്തിട്ടാ. നിനക്കൊരു ഉരുള വേണ്ടേ? ഒരു മിനിറ്റ് കേട്ടാ. ഈ ചെടിയുടെ പേര് നമ്മുടെ സന്ധ്യ ബിജു എപ്പോഴും ചോദിക്കും, ഇവിടുത്തെ ചെടികൾ എല്ലാത്തിനും കാണിക്കൂന്നേ. അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മളൊരുവിധം എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ടല്ലോ, പിന്നെ ഏതാണാവോന്ന്. അപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ കോഴിക്കോടിൽ ഇവിടെ നിൽക്കണ ഈ മഞ്ഞ കളറിലെ ഇലയായിട്ടുള്ള ചെടി, അത് തന്നെയാണ് കാണേണ്ടത്. അത് ഭയങ്കര വലിയ മരമായി തുടങ്ങി. അതിൻ്റെ പേരും തൊട്ടാന്ന് എനിക്കും അറിയില്ലേ, നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. സനീഷിനെ വിളിച്ച് ചോദിക്കാൻ അറിയാലോ. സനീഷിനെ വിളിച്ച് ചോദിക്കാൻ അറിയാലേ? ആ സനീഷിനോട് ചോദിച്ചറിയാം. പേര് കിട്ടിയേ? പേര് കിട്ടിയേ? ഇല്ല, നോക്കട്ടെ, തപ്പട്ടേട്ടാ. ചേട്ടൻ നായ കുറഞ്ഞ പരിപ്പ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന? എൻ്റെ ചോറിന് പൊഴിയും. എല്ലാവരും പറയണ ഒരു അഭിപ്രായം ഉണ്ട്, ചേട്ടൻ ചോറിനണ്ട ചോറിനാന്ന് തോന്നുന്നു. വാ അത് മുരിങ്ങയിലാണ് കേട്ടാ ചമ്മന്തി. ചമ്മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. അമേരിക്കൻ യെല്ലോ വുഡാ ഇതിൻ്റെ പേര്. അതെ, ഞാൻ സനീഷിൻ്റെ അടുത്ത് വെച്ചിട്ട് പറയാട്ടോ, നല്ലത്. ഇതിൻ്റെ ഇവിടെ പറയണ പേരെന്തിട്ടാണെന്നേ സനീഷിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാട്ടാ. അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ആൾക്കാരുണ്ടോ, അവർ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. അതെ, ഇതാണ് പറഞ്ഞ മരം. ദേ കടാ, നിറച്ചൊരു കൊലകൊലയായിട്ട് കായേ പൂവാ നിറച്ചുണ്ട് അല്ലേ. ഈ മുരിങ്ങല കൂട്ടാൻ കൂട്ടിയിട്ട് ചോറിനാൻ അടിപൊളിയാട്ടാ. ചേട്ടനല്ല പറഞ്ഞ മുരിങ്ങരല ഇങ്ങനെ വെക്കുന്ന ഇഷ്ടമില്ലാന്ന്. മുരിങ്ങരല തന്നെ വാട്ടി കഴിക്കണേനേക്കാൾ രസം ഇതാ. അമ്മ ചെയ്യുന്ന പോലത്തെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ വെളിച്ചെണ്ണ ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ തൃശ്ശൂർക്കാരൻ്റെ ഈ മുരിങ്ങല കഴിക്കാൻ പഞ്ചായത്തിന്റെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പഞ്ചായത്തിന്റെ ഉള്ളവരൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കട്ടാ ഇങ്ങനത്തെ ചമ്മന്തി. അതല്ല, പഞ്ചായത്തിന്റെ ഇലയ്ക്ക് പകരം നല്ലൊരു ഉണക്കമീൻ വറുത്താണെങ്കിൽ ഈ കൂട്ടാന് പറ്റിയ സാധനമാണ്. ഇന്ന് പപ്പടം രസല്ലേ? പപ്പടത്തിന്റെ 4 അറ്റ ഉയരത്തിൽ വരും ഉണക്കമീനാകുമ്പോൾ കേട്ടാ. നമുക്ക് നിർത്താം. അടിപൊളി. ഇപ്പം മഴക്കാര് വന്നു, വെയിൽ പോയി, കാര് നിറച്ച് പൊന്തുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ മഴ തുടങ്ങും, ഇടിയൊട്ടും.